ഹലോ, അസ്സലാമു അലൈക്കും. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെ. എല്ലാവരും സുഖമായിരിക്കട്ടെ. ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് പാവയ്ക്കയാണ്. പാവയ്ക്ക മെഴുക്ക് പുരട്ടി നമ്മൾ തക്കാളി ചേർത്തുണ്ടാക്കുകയാണ്. തക്കാളി, ഉള്ളി, വെളുത്തുള്ളി. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് വെളുത്തുള്ളിയും ഉള്ളിയാണ്. എണ്ണ ഒഴിച്ചു. 2 സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടി അതിലേക്ക് വെളുത്തുള്ളിയും ഉള്ളിയും ഇട്ടു. അത് ചെറുതായിട്ട് ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടു. തക്കാളി ഇങ്ങനെ വാടണം. കുറച്ചൊന്ന് വെന്ത് തുടങ്ങുമ്പോൾ പാവയ്ക്ക ഇടാം. പാവയ്ക്കയ്ക്ക് 2 പേരുണ്ട്, കൈപ്പയ്ക്കെന്നും പാവയ്ക്കെന്നും പേരുണ്ട്. തക്കാളി വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് തക്കാളി ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ പാവയ്ക്ക ഇടണം. പാവയ്ക്കൊക്കെ കയ്പ്പുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേവിച്ചാൽ പാവയ്ക്കൊക്കെ കയ്പ്പ് തീരെ ഉണ്ടാവില്ല. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി. അത് നമുക്കിടാം. നമ്മളിതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മുടെ തക്കാളി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അര സ്പൂൺ മുളക് പൊടിയും ഇട്ടു. ഇനി പാവയ്ക്കയാണ് ഇടുന്നത്. പാവയ്ക്കിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കണം. നല്ല ഒരു ടേസ്റ്റാണ്. ഇതിൽ അധികം പുളി ഉണ്ടാവില്ല, കയ്പ്പുണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് പാവയ്ക്ക നമ്മളിങ്ങനെ ഉണ്ടാക്കിയാൽ. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മൾ ഓരോ ദിവസം ഓരോ റെസിപ്പിയായിട്ട് വരാൻ നോക്കും. സമയം കിട്ടാത്തത് കൊണ്ടാണ് എന്നും ഇടാത്തത്. എന്നും ഓരോ സ്പെഷ്യലൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ്. നമ്മളുള്ള ടൈം കണ്ടെത്തി ഇടണതാണ്. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിൻ്റെ കമൻ്റ് ഇടണം. എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാരണം വെച്ചാൽ ഉണ്ടാക്കി നിങ്ങൾ നോക്കണം. ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് പറ്റിയാൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള ഭക്ഷണങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കേ.